ഇത് മാസ് മോട്ടോഴ്സാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജോബ് കാളിൽ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് സീറ്റ് ലോക്ക് ചെക്ക് ചെയ്യുക, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, റണ്ണിങ്ങിൽ ഇടയ്ക്ക് സ്ലോ ആയി പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ട്, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്യാത്ത, സീറ്റ് ലോക്ക് വർക്ക് ചെയ്യാത്തതിൻ്റെ കേബിൾ പൊട്ടിപ്പോകണം, അത് നമുക്ക് മാറ്റിയിടാം. പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അത് ബാറ്ററി ചെറുതായിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, ഡൗൺ ആയിട്ട് കാണിക്കണേ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വേറെയും കുറച്ച് കംപ്ലയിൻറ്റുകളുണ്ട്. അതായത് ഇതിൻ്റെ പ്ലഗൊക്കെ ശരിക്കും നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യണം. പ്ലഗ് അഴിച്ച് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് മാറ്റേണ്ടതുമാണ്. പക്ഷേ പ്ലഗ് നല്ല ടൈറ്റാണ്, നമുക്കൊരു രീതിയിൽ അത് അഴിച്ചെടുക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ബലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഇരിക്കണതാണ് പ്ലഗ്, ഇവിടെ വന്നാണ് ഈ ഇരിക്കുന്ന ഭാഗമാണ് പ്ലഗ് എന്ന് പറയുന്നത്. അത് അഴിച്ച് നമ്മൾ ഒരുപാട് ബലപ്പെട്ട് അഴിച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ വണ്ടി ഇപ്പോൾ തൽക്കാലം സ്റ്റാർട്ട് ചെയ്ത് ഓടണമൊക്കെ ഉണ്ട്, അങ്ങനെ ഓടണതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ പരമാവധി ആ രീതിയിൽ ഉപയോഗിക്കാം. അതിന് ശേഷം കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വന്ന സമയത്ത് മാറ്റിയാലും മതി. പറയാൻ കാരണം എന്ന് വെച്ചാൽ വലിയ താമസിച്ചാണ്ട് വണ്ടിക്ക് നല്ല രീതിയിലുള്ള പണി വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അടക്കണേ. നമുക്ക് ഈ സർവീസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ ബെയറിങ്ങിന് പ്ലേ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ ആയാലും പുതിയ ടയർ അടക്കണേ. ഹബിനും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. ഗിയർ ബോക്സിൽ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഗിയർ ബോക്സ് ഓയിൽ ഇല്ല, ലെവലില്ല. അപ്പോൾ ഗിയർ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്. തൽക്കാലം ഈ ഫിൽറ്ററിനെ കിടന്നോട്ടെ, നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും വലിയ താമസിച്ചാണ്ട് വണ്ടിക്ക് പണി വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അഴിക്കുമ്പോൾ മാറ്റിയാലും മതി. അപ്പോൾ തൽക്കാലം എയർ അടിച്ച് ക്ലീൻ ആക്കാം. ക്ലച്ച് ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഇതൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം, വലിയ കുറവൊക്കെ വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ ഈ വീല്, ഈ ബോസ് ഡ്രൈവും കൂടി മാറ്റി സെറ്റ് ചെയ്യണം. റോളറൊക്കെ നമുക്ക് തൽക്കാലം അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബി ബുഷ് പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി മാറ്റിയിടണം. അതൊരു 3 വരാം. അത് 100 താഴെ നമുക്ക് കോസ്റ്റും വരും. അപ്പോൾ അതും ഈ വീല് ബുഷ്, ഈ പ്ലാസ്റ്റിക് ബുഷ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം. എന്തെങ്കിലും ക്ലച്ച് യൂണിറ്റ് ചെക്ക് ചെയ്തു, നല്ലൊരു കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ആണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റും ക്ലിയർ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല, കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് വേറെ പണി വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിലില്ല. അതിനകത്ത് ഓയിൽ ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ട് തന്നെ. വണ്ടി റണ്ണിങ്ങിൽ സ്ലോ ആവണമെന്ന് പറഞ്ഞാൽ വണ്ടി പിസ്റ്റം പിടിച്ചതാവാനാണ് സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഓയിൽ ഒഴിച്ച് വണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ജസ്റ്റ് സർവീസ് ചെയ്തെടുത്താൽ മതി, കാര്യമായിട്ടുള്ള ഒരു പണിയും ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓയിൽ ഒഴിച്ച് വണ്ടി ഓടുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ ഓയിലില്ലാണ്ട് ഓടി വണ്ടി പിസ്റ്റം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അഴിച്ചാലാണ് അത് എത്രത്തോളം വണ്ടിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ഓയിൽ ഒഴിക്കുക, വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും പുക വരാൻ സാധ്യതയുണ്ട്. പുകയുടെ പ്രശ്നം കാണിക്കും. കാരണം സെൽഫ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബെൻഡെക്സ് മറ്റേ പിസ്റ്റം പിടിച്ചേക്കുമ്പോൾ, സിലിണ്ടറിൽ പിസ്റ്റം പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റം തേയ്മാനം വന്നേക്കണത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ഫേസിലേക്ക് കയറി ചെല്ലുകയും കത്തുകയും ചെയ്യും. അങ്ങനെ കത്തുന്ന സമയത്ത് പുക വരും. ഇപ്പോൾ നിലവിൽ വരുമ്പോൾ നമുക്ക് പുകയില്ല എന്ന് പറയാൻ കാരണം, പുക ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓയിൽ കയറി കത്തണം. ഓയിൽ കത്തണമെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ ഓയിൽ വേണം. ആ ഓയിൽ ഇതിനകത്തില്ല. ആകെ ഉള്ള ഓയിലാണ് ഒരു 10 മില്ലിയൊക്കെ ഉണ്ടാവുള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഓയിൽ ഫില്ല് ചെയ്ത് ഉപയോഗിക്കാം. അതിനുശേഷം കൂടുതൽ പുകയുടെ പ്രശ്നം കാണിക്കുമ്പോഴോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴോ അഴിച്ച് റെഡിയാക്കാം. കാരണം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലഗിനകത്തേക്ക് കരി കയറി വരുമ്പോൾ, അതായത് ഓയിൽ കയറി വരുമ്പോൾ പ്ലഗ് ഷോർട്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും. നമുക്കാണെങ്കിൽ ഇപ്പോൾ അഴിച്ച് പ്ലഗ് മാറ്റാനും പറ്റില്ല. കാരണം ഒരുപാട് ബലപ്പെട്ട അഴിച്ചാൽ ഓൾറെഡി ഒടിയും അത്. അപ്പോൾ നമ്മൾ നാളെ എന്നുള്ളത് ഇന്ന് തന്നെ അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം ആ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എയർ ഫിൽറ്ററൊക്കെ ഇതന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കേസ്. എന്തായാലും നമുക്ക് വർക്ക് വരും, ആ കൂട്ടത്തിൽ കൂടെ ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും അത് അഴിച്ച് നോക്കുമ്പോഴാണ് സിലിണ്ടർ പ്രശ്നമൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 10,000 ചിലവ് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർക്കാണ് വരാൻ പോണത് കേട്ടോ. പിന്നെ സെൽഫ് എടുക്കാത്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സെൽഫ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും ഇല്ല. രാവിലെ അടിച്ചപ്പോൾ 1-2 പ്രാവശ്യം സെൽഫ് ഡൗൺ ആയിട്ട് കാണിച്ചു. അത് ബാറ്ററിയുടെ പ്രശ്നമാണ്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവാം. നമ്മളത് നോക്കുമ്പോൾ പഴക്കം തോന്നുന്നുണ്ട്. ഞാനതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കി, 12.70 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി വോൾട്ട് താഴേക്ക് പോകുന്നുണ്ട്, 8 പോയിൻറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. 8.30 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. 8.5 വോൾട്ട് 8.5 താഴേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലയിൻറ്റാണ്. അപ്പോൾ അതാണ് ആ ബോർഡർ ലൈനിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി വലിയ താമസമില്ലാണ്ട് ഫുൾ സ്റ്റിൽ ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് 100% പറയരുതെന്നാണെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കണം. അതല്ലെങ്കിൽ തൽക്കാലം
കാലത്തൊക്കെ അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കിക്കർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ സെൽഫിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാം. കാരണം ബാറ്ററിക്ക് തന്നെ ഏകദേശം ഒരു 1000, 1500 സംതിങ് 1600 അടുത്ത് നമുക്ക് ബാറ്ററിക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്ലച്ചിനകത്ത് തന്നെ ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തൽക്കാലം ഇപ്പോഴത്തെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇടാം. സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ആ പീസെറ്റ് സ്ലൈഡ് മാത്രം മാറ്റിയാൽ മതി. എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താലും മതി. അത് നിങ്ങളുടെ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. എന്തായാലും നമുക്ക് വലിയ അംശം വണ്ടി പണിയേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ്. അതിന് ശേഷം നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ വാട്സാപ്പിൽ ഇട്ട് തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന്. അതിന് ശേഷം നമുക്ക് അതനുസരിച്ചൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തരാം. ഓക്കെ, അങ്ങനെ ചെയ്യണതായിരിക്കും കുറേ കൂടി ബെറ്റർ.